പിന്നെ റോമൻ കൗൺസിലുകൾ പിന്നെ ഇങ്ങനെ കുറേ ഉണ്ടാവുന്നുണ്ട്. അതിൽ പിന്നെയും കുറച്ച് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് ട്രിനിറ്റി ഫോർമുലേറ്റ് ചെയ്യപ്പെടുന്നത്. ഈ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നൊക്കെയുള്ള വളരെ കൃത്യമായി ത്രിയേക ദൈവസങ്കല്പം എന്ന് പറഞ്ഞാൽ ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ ആബ്സെൻ്റ് ആണ്, അബ്സല്യൂട്ട്ലി ആബ്സെൻ്റ് ആണ്. ഒരു ബിബ്ലിക്കൽ പ്രോഫറ്റും അത് പ്രബോധനം ചെയ്തു എന്ന് ഒരു ബിബ്ലിക്കൽ സ്കോളറും പറയാൻ കഴിയില്ല. ന്യൂ ടെസ്റ്റമെൻറ്റിലും ആബ്സെൻ്റ് ആണ്. അതായത് പൗലോസിൻ്റെ ഒരു ഇൻഫ്ലുവൻസിൽ എഴുതപ്പെട്ടതിലും ഈ ഫോർമുലേഷൻ ആബ്സെൻ്റ് ആണ്. ട്രിനിറ്റി എന്ന് പറയുന്ന ഒരു ഫോർമുലേഷൻ ആബ്സെൻ്റ് ആണ്. പക്ഷെ അത് ക്രീഡിൻ്റെ കോർണർ സ്റ്റോൺ ആണ്. അതെന്തൊരു പാരഡോക്സ് ആണെന്ന് ആലോചിച്ച് നോക്ക്. അപ്പം അത് ഞാൻ പറയണത് പോളിയൻ ക്രിസ്ത്യാനിറ്റി ഖുർആൻ വളരെ ക്ലിയർ ആയിട്ട് ഇത് പറയുന്നുണ്ട്. നിങ്ങൾ പറയല്ലേ, അങ്ങനെ ഖുർആൻ പറയണത്. വലാ തഖൂലു സലാസ, നിങ്ങൾ 3 പറയല്ലേ. നിങ്ങൾ യേശുവിൻ്റെ അനുയായികളല്ലേ. യേശു എപ്പോഴെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടോ? ഈ 3 കൂടി 1 എന്ന് പറയുന്ന ആശയം യേശു എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്.